2014 ശേഷം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ക്രൂരതയും വർദ്ധിച്ചു വരുന്നതായി LDF വയനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം 76 വർഷമായിട്ടും ഔദാര്യമായാണ് സ്ത്രീകൾക്ക് നാമമാത്രമായി അവകാശങ്ങൾ പകുത്തു നൽകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീനങ്ങാടിയിൽ വെച്ച് നടത്തിയ മദർ ഇന്ത്യ കോൺക്ലേവിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. സ്വന്തം ജീവൻ പകുത്ത് കുഞ്ഞിന് പിറവി നൽകുന്ന അമ്മയുടെ ശക്തി ലോകത്ത് മറ്റൊന്നിനും തന്നെയില്ല. സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക തുല്യതയ്ക്കുമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും പെൺ ഭ്രൂണഹത്യ വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണുള്ളതെന്ന് ആനി രാജ പറഞ്ഞു. 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഇന്ത്യയിലെ സ്ത്രീകളെ ആയുധമാക്കി ഉപയോഗപ്പെടുത്തുകയാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബേട്ടി ബച്ചാവ് ഇന്നും ഈ രാജ്യത്ത് പിറന്നു വീഴാനുള്ള അവകാശത്തിനായി സമരം ചെയ്യേണ്ടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെ നാടായി ഈ നാട് ഇന്നും നിലനിൽക്കുക. ഗർഭാവസ്ഥയിൽ തന്നെ പെൺ ഭ്രൂണത്തെ കൊല്ലുന്ന നാട്. എന്താ കൊല്ലാൻ കാരണം? ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന് പറയുന്നത് ആൺമക്കൾ ചിതയ്ക്ക് തീ കൊളുത്തിയാലേ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും. സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ കൊട്ടിഘോഷിച്ച് നടപ്പാക്കുമ്പോഴും അവർക്കെതിരെയുള്ള അതിക്രമങ്ങളും കൊടും ക്രൂരതകളും വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണെന്നും അവർ പറഞ്ഞു. ഇന്ത്യയിൽ 2014 ശേഷം, അതിനു മുന്നേ ഇന്ത്യയിൽ പെണ്ണുങ്ങൾക്കെതിരെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുണ്ട്. അതൊന്നും പുതിയതായിട്ട് തുടങ്ങിയതല്ല. പക്ഷേ 2014 BJP നേതൃത്വ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കണ്ട മാറ്റം എന്താണ്? ആ മാറ്റമാണ് ഈ ആക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇത് ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കണക്കാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കോടതി ശിക്ഷിച്ചാലും നല്ലൊരു ശതമാനം പ്രതികളും മറ്റു വഴികളിലൂടെ അതിൽ നിന്നും രക്ഷപ്പെടുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നതായും അവർ അഭിപ്രായപ്പെട്ടു. ഇതുപോലെ 100 കേസുകൾ വന്നാൽ അതില് 96 കേസിലെ പ്രതികളും രക്ഷപ്പെടുന്നു. അതോടൊപ്പം പെൻഡൻസി, കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്ന പോലീസ് സ്റ്റേഷനിൽ കേസ് വർഷങ്ങളോളം നീതിയില്ലാതെ, അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ലാതെ നീണ്ടുപോകുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ബാബറി ദേവിയുടെ കേസ്. ആ നിയമങ്ങളൊന്നും, ഈ നിയമങ്ങളൊന്നും, സ്ത്രീപക്ഷ നിയമങ്ങളൊന്നും ആരുടെയും ഔദാര്യമല്ല. ഡൽഹിയിലെ നിർഭയയെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. അതെല്ലാവർക്കും അറിയുന്നതാണ്. ആ നിർഭയയെ പോലെ എത്രയോ ആയിരക്കണക്കിന് സ്ത്രീകൾ അവരുടെ ജീവൻ കൊടുത്തിട്ടാണ് ഈ രാജ്യത്തെ ഓരോ സ്ത്രീപക്ഷ നിയമങ്ങളും ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.